മാഞ്ഞാലി റോഡിലെ കുഴിയിൽ വീണ് പഞ്ചഗുസ്തി താരത്തിന്റെ തോളെല്ല് തകർന്നു. ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിനിടെ ഇന്നലെ മനയ്ക്കപ്പടി മാഞ്ഞാലി റോഡിലെ കുഴിയിൽ ചാടി സ്കൂട്ടർ മറിഞ്ഞ് പഞ്ചഗുസ്തി താരത്തിന്റെ തോളെല്ല് തകർന്നു. കരിമാലൂർ മാഞ്ഞാലി കാനിരത്തിങ്കൽ വീട്ടിൽ മിലൻ ബേബിക്കാണ് പരിക്കേറ്റത്. ഇൻഫോ പാർക്കിൽ ഡിസൈനിങ് പഠനം നടത്തുന്നതിനിടെയാണ് 2 വർഷത്തോളമായി മിലൻ പഞ്ചഗുസ്തിയിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ സംസ്ഥാന തലത്തിലെല്ലാം മത്സരങ്ങളിൽ പങ്കെടുത്തു. അവിടെ നിന്നെല്ലാം സമ്മാനങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൂനെയിൽ ദേശീയ തലത്തിൽ മത്സരം നടക്കുന്നുണ്ട്. ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളുള്ള മത്സരമായിരുന്നു അത്. അതിനായി 2 മാസത്തോളമായി മിലൻ കഠിന പരിശീലനത്തിലായിരുന്നു. മാഞ്ഞാലി തെക്കത്താഴം റോഡുണ്ട്. അപ്പം എനിക്ക് ഞായറാഴ്ച ഒരു ആം റെസ്ലിങ്ങിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായി. അപ്പം അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്നേയിരുന്നു. അപ്പം വന്ന വഴിക്കാണ് അവിടുത്തെ വളവിൻ്റെ അവിടെ വെച്ചൊരു കട്ടറയിൽ ചാടി നേരെ വീണിട്ട് ഇവിടുത്തെ ഈ കോളർ ബോൺ ഉണ്ട്, അത് ഒടിഞ്ഞിരിക്കാനാണ് വട്ടം. അതിപ്പോൾ വട്ടം ഒടിഞ്ഞിട്ട് സർജറി വേണം എന്നാണ് പറയണത്. എങ്ങനെ ഇരിക്കാനാണ് ഇപ്പം സർജറി? അപ്പം ഈ ആഴ്ച പോയിട്ട് ഒന്ന് എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്തിട്ട് അവർ നോക്കും. ഈ ആഴ്ച പോയിട്ട് എക്സ്റേ എടുത്തിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 2-2.5 മാസത്തോളം ബെൽറ്റ് ഇട്ട് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ അവർ പറഞ്ഞ് സർജറി ചെയ്യണം, പ്ലേറ്റ് ഇടണം എന്ന് പറഞ്ഞു. അവിടെ പ്ലേറ്റ് ഇട്ട് ഒരു 6 മാസത്തേക്ക് റെസ്റ്റ് വേണ്ടി വരും എന്ന് പറഞ്ഞു. അതെ, ഒന്നാമത്തെ ആ റോഡ് ഭയങ്കര മോശമാണ്. അത് നമ്മ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു സൈഡ് കുഴപ്പമില്ല എന്ന് വെച്ചാൽ അത്ര പെർഫെക്റ്റ് അല്ല. ഒരു സൈഡ് ചെറുതായിട്ട് ടാർഗറ്റ്, അപ്പുറ സൈഡ് ഫുള്ള് പൊളിച്ചിട്ടേക്കണേന്. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ഈ കട്ടറുള്ള റൂട്ടിലേക്ക് ഇറക്കൂല. അവര് നല്ല റൂട്ടിൽ കൂടെ തന്നെ എടുക്കാനേ നോക്കുള്ളൂ. ഇവർ ഒതുക്കി തന്നില്ല. അപ്പം ആ വളവിൽ വെച്ച് മൂലക്ക് ഒരു കുഴി ഉണ്ടായി. അതിൽ ചാടി നേരെ വണ്ടി മറയാണ് ചെയ്തത്. മറന്നപ്പം നേരെ ഇടിച്ചത് ഈ ഷോൾഡർ പോയിട്ടാണ് ഇടിച്ചത് നേരെ. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിസ്ട്രിക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റിൽ എനിക്ക് സീനിയർ കാറ്റഗറിയിലും യൂത്ത് കാറ്റഗറിയിലും 60 kg ഫസ്റ്റും പിന്നെ ഒരു തേർഡും ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ഇറങ്ങിയായിരുന്നു. പക്ഷേ സ്റ്റേറ്റിൽ ഞാൻ 4th ആയി പോയി. പിന്നെ എനിക്ക് അതിന് മുന്നത്തെ പ്രാവശ്യം ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റിലും കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ അപ്പോൾ ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരുന്നു, ഡൈനാമോ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനിറങ്ങാൻ നിൽക്കണമായിരുന്നു പൂനെയിൽ. കിടക്കാനും ഇരിക്കാനൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ബാത്റൂമിൽ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഷോൾഡറിൻ്റെ എല്ല് അങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനും പെയിനൊക്കെയാണ് ഇപ്പം. അത്രയ്ക്ക് എന്ന് പറയുമ്പോൾ ആരും വന്നിട്ടില്ല. വേറെ ആരും വന്നുള്ള. ഞാൻ നേരെ ഇത് നടന്നപ്പോൾ നേരെ മെമ്പറിനെ റീച്ച്. അപ്പം മെമ്പർ അതൊക്കെ ചെയ്തൊക്കെ റെഡിയാക്കി വെക്കാന്ന് പറഞ്ഞു. കാരണം ഇത് PWD ഒരു പിഴ പറ്റിയിട്ടാണല്ലോ ഇങ്ങനെ വന്നത്. പൂനെയിലേക്ക് പോകുന്നതിനാണ് കഴിഞ്ഞ ദിവസം മനയ്ക്കപ്പടിയിൽ നിന്നും ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനായി സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് ഈ അപകടം സംഭവിച്ചത്. ജൽജീവൻ പദ്ധതി പ്രകാരം പൈപ്പുകൾ സ്ഥാപിക്കാനായി മനയ്ക്കപ്പടി മാഞ്ഞാലി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ടിരിക്കുകയാണ്. പൈപ്പിന്റെ പണി കഴിഞ്ഞെങ്കിലും റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. ടാറിങ്ങിനായി അടുത്തിടെ മെറ്റലിട്ട് ഉറപ്പിച്ചെങ്കിലും മഴ പെയ്തതോടെ വീണ്ടും കുഴികളായിരിക്കുകയാണ്. 2 വാഹനങ്ങൾ കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ടുമുണ്ട്. ഇതിനിടെ ബൈക്ക് യാത്രക്കാരും കൂടി കടന്നു വരുമ്പോഴാണ് അവിടെ അപകടം സംഭവിക്കുന്നത്. മിലൻ്റെ അപ്പച്ചനാണ് ഞാൻ. എൻ്റെ ഒരു ബേബി എന്നാണ്. ഈ സംഭവം ഉണ്ടായത് മാഞ്ഞാലി മനക്കപ്പടി റോട്ടിൽ വെച്ചുണ്ടായ ഒരു അപകടമാണ്. അത് തീർത്തും ആ റോഡ് വളരെ കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. അത് 2 വർഷത്തോളമായിട്ട് അതങ്ങനെ കിടക്കുന്നതാണ്. ഒരുപാട് പേര് അവിടെ വീഴുകയും പലരും തന്നെ അത് കംപ്ലൈൻ്റ് ഒന്നും ചെയ്യില്ല, അതേപോലെ അങ്ങോട്ട് പോകും. ഞങ്ങളുടെ മെമ്പർ അതിന് ആ റോഡ് നന്നാക്കാനായിട്ട് ഒരു ഏകദേശം 5-6 മാസത്തിന് മുമ്പ് ഒരു ദിവസം നിരാഹാര സമരവും മറ്റുമൊക്കെ എടുത്തതാണ്. ഇത്തരത്തിൽ മഴവെള്ളക്കെട്ടുള്ളപ്പോൾ യാത്ര ചെയ്യുമ്പോഴാണ് തകർന്നു കിടക്കുന്ന റോഡിലെ കുഴിയിൽ മിലൻ വീണ് വണ്ടി മറിഞ്ഞത്. റോഡിലേക്ക് വീണ് മിലന്റെ വലത് തോളെല്ല് പൊട്ടിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. അടുത്ത ദിവസം സർജറി നടത്തണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പറാണ് TA മുജീബ്. കഴിഞ്ഞ 2 വർഷമായി മാഞ്ഞാലി തെക്കേത്താഴം മനക്കപ്പടി റോഡ് ഏകദേശം നല്ല തിരക്കുള്ള റോഡാണ്. എയർപോർട്ട്, ആലുവ ഭാഗത്തേക്കുള്ള വണ്ടികൾ കൂടുതലായി പോകുന്ന ഏറ്റവും തിരക്കുള്ള ഒരു മേഖലയിൽ ജലജീവൻ പദ്ധതിയുടെ പേരിൽ കഴിഞ്ഞ 2 വർഷമായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിട്ട് യാതൊരുവിധ റീസ്റ്റോറിങ്ങോ ടാറിംഗ് വർക്കുകളോ പൂർത്തീകരിക്കാതെ കുണ്ടും കുഴിയുമായി 2 വർഷമായി ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. നിരന്തരമായി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈയും കാലുകളും ഒടിഞ്ഞ് ഓരോ കുടുംബങ്ങൾക്കും ആശ്രയമായി തീരുന്ന യുവാക്കൾ ഇന്ന് കട്ടിലിൽ കിടക്കേണ്ട കിടപ്പ് രോഗികളായി മാറുന്ന ഒരവസ്ഥയാണ് അധികാരികളുടെ അനാസ്ഥ മൂലം ഇവിടെ സംഭവിക്കുന്നത്.
കഴിഞ്ഞ 2 വർഷമായി ഞാൻ പറഞ്ഞതുപോലെ നിരന്തരമായ സമരങ്ങൾ ജലജീവൻ മിഷനെതിരെ, PWD വാട്ടർ അതോറിറ്റിക്കെതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരമായ സമരങ്ങൾ കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അധികാരികൾ കണ്ണു തുറക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. മനുഷ്യജീവന് വില കൊടുക്കാത്ത ഒരു ഉദ്യോഗസ്ഥ ഭരണ തലങ്ങളാണ് ഇന്നിവിടെ നടന്നു പോയിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഒരു ദിവസം പഞ്ചായത്ത് മെമ്പർമാരടക്കം ഉപവാസ സമരം, രാവിലെ മുതൽ വൈകിട്ട് വരെ നിരാഹാര സമരമെല്ലാം ഈ റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വാർഡിൽപ്പെട്ട ഒരു മിലൻ ബേബി, കാഞ്ഞിരത്തിങ്ങൽ മിലൻ ബേബി എന്ന് പറയുന്ന 21 വയസ്സുള്ള യുവാവ്, ആ യുവാവിൻ്റെ വലിയ സ്വപ്നമാണ് ഇല്ലാതായിരിക്കുന്നത്. പഞ്ചഗുസ്തി മത്സരത്തിൽ ദേശീയ തലത്തിൽ പൂനെയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറെടുക്കുന്ന ആ യുവാവ് കഴിഞ്ഞ ദിവസം ഇതുവഴി പോയി ഈ വഴിയിലെ കുഴിയിൽ വീണ് തോളലിന് വലിയ ക്ഷതമാണ് സംഭവിച്ചിരിക്കുന്നത്. 2 മേജർ സർജറി വരെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് യുവാക്കൾ, പ്രായമായവർ എല്ലാം കടന്നു പോകുന്ന ഈ റോഡ് ഇത്ര അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായി നടപടിയെടുക്കണം. അതുപോലെ കളമശ്ശേരി നിയോജക മണ്ഡലം നമ്മുടെ ബഹുമാനപ്പെട്ട രാജീവ് മിനിസ്റ്ററുടെ മണ്ഡലം കൂടിയാണ്. അദ്ദേഹം കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് PWD റോഡാണ്, ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്ത് ഇനി ഒരു ജീവൻ ഇവിടെ പൊലിയാതിരിക്കാൻ നമുക്ക് വേണ്ട മുൻകരുതലുകൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങളെ കൂട്ടി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം. തൽക്കാലം ബെൽറ്റിട്ട് വീട്ടിൽ വിശ്രമത്തിലാണ്. തനിയെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ പിതാവാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. എല്ലിന് ഗുരുതര പരിക്കുണ്ടെങ്കിൽ പഞ്ചഗുസ്തി ചാമ്പ്യൻ എന്ന തൻ്റെ അഭിലാഷം തന്നെ ഇല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് മിലൻ. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.